മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ, LDF കൺവീനർ, CPIM സ്ഥാപക നേതാവ് എന്നതിന് പുറമെ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച VS അച്യുതാനന്ദന് ജീവിതം യഥാർത്ഥത്തിൽ പോരാട്ടം തന്നെയായിരുന്നു. സമരം തന്നെ ജീവിതം എന്നാണ് അദ്ദേഹം എഴുതിയ ആത്മകഥയ്ക്ക് പേര് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോരാട്ടം തുടങ്ങുന്നത് നമ്മളെയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 9-ാം വയസ്സിൽ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് അദ്ദേഹം തന്നെ എഴുതിയത് മാത്രമല്ല, അന്ന് ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരുന്നവർ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 9 വയസ്സുകാരൻ VS അന്ന് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3-ാം ക്ലാസ് വരെ ആലപ്പുഴ പുന്നപ്രയ്ക്ക് സമീപം ഉള്ള പരവൂർ എന്ന സ്ഥലത്തെ സ്കൂളിലാണ്, LP സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. 4-ാം ക്ലാസ്സിലായപ്പോൾ കളർകോട് LP സ്കൂളിലേക്ക് പഠനം മാറ്റി. കാരണം അതിനുള്ള സൗകര്യം ഉണ്ടായത് അപ്പോഴാണ് അവിടെ സ്കൂൾ തുടങ്ങിയതും അത് വീടിന് സമീപത്തുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പഠനം മാറ്റി. അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കാരണം ആ കളർകോട് പ്രദേശം എന്ന് പറയുന്നത് സവർണർ വളരെ കൂടുതലുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അതുവഴി നടന്നു പോകുമ്പോൾ ഈ അച്യുതാനന്ദൻ എന്തിന് പഠിക്കാൻ പോകണം, മാത്രമല്ല അന്ന് പിന്നാക്കക്കാരനായ ഒരാളിന് അച്യുതാനന്ദൻ എന്ന പേര് എന്തിനിട്ടു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അന്ന് പലർക്കും അത്തരം പേരുകളില്ലായിരുന്നു. കോരനെന്നും മറുതയെന്നും ഒക്കെ വിളിച്ചു പോരുന്ന അത്തരം പേരുകളുള്ള ഒരു കാലത്താണ് അച്യുതാനന്ദൻ എന്ന പേര് എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പിതാവ് ശങ്കരൻ എന്ന പിതാവ് ഇട്ടത്. അപ്പോൾ ആ പേര് സവർണരെ ചെറുതായിട്ടൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബാലനെ അവർ ഉപദ്രവിക്കുന്നത് പതിവായി. അത് ആ സ്കൂളിലെ മുതിർന്ന കുട്ടികളാണ് ഉപദ്രവിക്കുന്നത്. ആദ്യമൊന്നും ആരോടും ഒന്നും പറയാതെ അത് ഉള്ളിലൊതുക്കിയെങ്കിലും പിന്നീട് അച്യുതാനന്ദൻ അച്ഛനോട് വന്ന് പരാതി പറഞ്ഞു. ആ അച്ഛൻ ശങ്കരൻ അന്ന് അറവുകാട് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു. അതിനു പുറമെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന SNDP യോഗത്തിൻ്റെ അവിടുത്തെ ഭാരവാഹിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ എന്തുകൊണ്ടാണ് തൻ്റെ മകനോട് ഇങ്ങനെയൊക്കെ ഉള്ള പെരുമാറ്റം എന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായി. അതിന് അദ്ദേഹം കണ്ട പ്രതിവിധി എന്ന് പറയുന്നത് മകന് ഒരു അരഞ്ഞാണം പണിത് നൽകി. ആ അരഞ്ഞാണത്തിനൊരു കൈപ്പിടി ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി മോനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ അരഞ്ഞാണം ഉപയോഗിച്ച് പ്രയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ സവർണ വിദ്യാർത്ഥികൾ ഉപദ്രവിക്കാൻ നേരത്ത് അരയിൽ നിന്ന് അരഞ്ഞാണം വലിച്ചൂരി കാര്യമായിട്ട് എതിരാളി എന്ന് പറയാൻ പറ്റൂലെങ്കിലും ആ വിദ്യാർത്ഥികളെ തല്ലി ഓടിച്ചു. അവർ ചെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ പരമേശ്വരൻ പിള്ളയോട് പരാതി പറഞ്ഞു. പരമേശ്വരൻ പിള്ള അച്യുതാനന്ദനോട് ചോദിച്ചു, എന്താ സംഭവം? അച്യുതാനന്ദൻ കാര്യം പറഞ്ഞു. അതാ അധ്യാപകൻ VSനെ അന്ന് ന്യായീകരിക്കാനുണ്ടായത്. VS ചെയ്തത് ശരിയും നിങ്ങളല്ലേ തെറ്റ് ചെയ്തതും എന്ന് അദ്ദേഹം ചോദിച്ചു. ആ ചോദ്യമാണ് VSൻ്റെ പോരാട്ടത്തിന് ആദ്യമായി കിട്ടിയ അംഗീകാരം. അത് കഴിഞ്ഞ് രക്ഷകർത്താക്കൾ പരാതിയുമായി വന്നെങ്കിലും അധ്യാപകൻ, ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ തൻ്റെ നിലപാടിൽ ഉറച്ചു തന്നതിനാൽ VSന് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകേണ്ടി വന്നില്ല. ജീവിതത്തിൽ ഒട്ടേറെ കയ്പ് നീര് കുടിച്ചാണ് VS ജീവിതം തുടങ്ങിയതെന്ന് തന്നെ പറയാം. 4-ാം വയസ്സിലാണ് VSൻ്റെ അമ്മ മരിക്കുന്നത്. മസൂരി അല്ലെങ്കിൽ വസൂരി എന്ന് പറയുന്ന രോഗം കേരളത്തിൽ താണ്ഡവമാടുന്ന ഒരു കാലമായിരുന്നു. അവിടെ VSന് 4 വയസ്സുള്ളപ്പോൾ അമ്മയ്ക്ക് വസൂരി വന്നു. അങ്ങനെ അത് വളരെ ഹൃദയസ്പൃക്കായിട്ട് VS വിവരിച്ചിട്ടുണ്ട്. ഒരു വസൂരി വന്ന അമ്മയെ തങ്ങളിൽ നിന്ന് അകറ്റി ഒരു തോട്ടിൻ്റെ കരയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു ചെറ്റപ്പുര ഉണ്ടാക്കി താമസിപ്പിക്കുകയായിരുന്നു. ആ ചെറ്റപ്പുരയിൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ VS ഉൾപ്പെടെയുള്ള മക്കളെ കാണണമെന്ന് അമ്മ ആവശ്യപ്പെടുകയും മക്കളെയും കൊണ്ട് അച്ഛൻ പോയി ദൂരെ മാറി നിൽക്കുകയും ചെയ്ത ഒരു അനുഭവമുണ്ട്. അവിടെ അപ്പോൾ VS പിന്നീട് പറഞ്ഞത്, അന്ന് കാണാൻ പോകുമ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷെ ആ ചെറ്റപ്പുരയുടെ ആ കോണിൽ നിന്ന് അമ്മ കയ്യാട്ടി വിളിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട് എന്ന് നിറഞ്ഞ കണ്ണുകളോടെ VS ഞാനുമായി തന്നെ നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയുകയും അത് കേരളകൗമുദിയിൽ അച്ചടിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ കയ്പ് നീര് കുടിച്ച് ആ അനുഭവം ഉള്ളതുകൊണ്ടാവും
ഈ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ 9-ാം വയസ്സിൽ തുടങ്ങിയ പോരാട്ടം 90-ാം വയസ്സിലും നടത്തുന്നതിന് നമ്മൾ സാക്ഷിയായിട്ടുള്ളത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ SFIയുടെ സമരമുഖത്ത് 90-ാം വയസ്സിൽ ഉപവാസമിരുന്ന VSനെ നമ്മൾ കണ്ടതാണ്. മൂന്നാറിൽ അതേ പ്രായത്തിൽ പെൺകൾ ഒരുമൈ സമര പന്തലിലും VS വലിയ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ജീവിതം VSന് പോരാട്ടം തന്നെയായിരുന്നു.